എന്താ? അന്നാമ്മ ചേട്ടത്തി ഇവിടെ ഇല്ല. നമ്മളാരാ? ഒരു പരിചയക്കാരനാ. എവിടെ പോയി? എനിക്കറിയില്ല. എവിടെ പോയതാന്ന് പറഞ്ഞില്ലേ? ഇല്ല. എന്നാ ഞാൻ പിന്നെ വരാം. അതെ, പിന്നെ ഒന്നും വരണ്ട. അവരെവിടുന്ന് മാറ്റിയിരിക്കുക. ആര്? ആരാ മാറ്റിയത്? ഡാനിയൽ സാറാണോ? എങ്ങോട്ടാണ് കൊണ്ടുപോയതെന്നറിയോ? അറിഞ്ഞൂടാ സർ. ഹലോ. ആ വിശാൽ പറയൂ. യമുനെ, ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താ വിശാൽ? ഞാൻ അന്നമ്മ ചേട്ടത്തിയുടെ വീട്ടിന്റെ മുറ്റത്ത് നിന്നാണ് സംസാരിക്കുന്നത്. ചേട്ടത്തി വിടില്ല. ഇല്ലേ? എവിടെ പോയി? ഡാനിയൽ അവരെ എങ്ങോട്ടോ മാറ്റിയിരിക്കുക. തോട്ടക്കാരൻ പറഞ്ഞ സാർ, ഒരു രജിസ്റ്റേർഡ് ഉണ്ട്. ശരി സാർ. മാലമാമ. ആ എന്തോടാ ലെറ്റർ? എന്നെ കമ്പനി തിരിച്ചെടുത്തുകൊണ്ടുള്ള ഓർഡറാ. എന്താടാ? എന്താ ബാലേട്ടാ? ദേ ഇവന്റെ ജോലി തിരിച്ചു കിട്ടി, അത് അറിയിച്ചിട്ടുള്ള ലെറ്ററാ. ഈശ്വര, എന്റെ പ്രാർത്ഥന നീ കേട്ടു. എന്റെ കണ്ടീഷൻ മുഴുവൻ കമ്പനി അംഗീകരിച്ചു പരമാമ. ദേ, ജെയിംസിനെയും നമ്പൂതിരെയും ഇതോടൊപ്പം തിരിച്ചെടുത്തു എന്ന് കമ്പനി അറിയിച്ചിട്ടുണ്ട്. നീ വളരെ വലിയൊരു കാര്യമാണ് പ്രസാദേ ചെയ്തത്. മറ്റാരും ഏറ്റെടുക്കാൻ തയ്യാറാകാത്ത റിസ്കാ നീ ഏറ്റെടുത്തത്. കമ്പനി അത് മനസ്സിലാക്കി നിന്റെ മുമ്പിൽ മുട്ടുകുത്തി. ആട്ടെ, എന്നാ ജോയിൻ ചെയ്യുന്നേ? എന്ന് വേണമെങ്കിലും ആവാം. വേണ്ട വേണ്ട, നല്ല ദിവസം നോക്കിച്ചിട്ടൊക്കെ മതി. എല്ലാ ദിവസവും എനിക്ക് നല്ലതാ അമ്മേ. ദാ നോക്ക്, ഞാൻ പറയുന്ന അങ്ങ് അനുസരിച്ചാ മതി. അതങ്ങ് അനുസരിച്ചേക്ക് പ്രസാദേ. ദിവസവും രാഹുലും ഒക്കെ അവള് നോക്കി പറഞ്ഞു തരും. അതുപടി നീ അങ്ങ് ചെയ്തോ, പ്രശ്നമില്ലല്ലോ. രമേശിനെ വിവരം അറിയിക്കണ്ടേ? വേണം. ആ, അതിനു മുമ്പ് ജെയിംസിനെ നമ്പൂരി അറിയിക്കണം. അവരാകെ ടെൻഷനില്ല. പ്രശ്നങ്ങൾ ഓരോന്നോരോന്നായി തീർന്നു വരുന്നത് കണ്ടോ സുഭദ്രേ? എന്റെ പ്രാർത്ഥനയുടെ ഫലമാ. ഹലോ പ്രസാദ്. ആ, ഒരു ഹാപ്പി ന്യൂസ്. നമ്പൂതിരി അറിയിച്ചോളൂ. എന്താ? നിങ്ങളെ തിരിച്ചെടുക്കാൻ കമ്പനി സമ്മതിച്ചു. വാട്ട്? സത്യാണോ? അതെ, സത്യമാണ്. എന്താ വിശ്വാസം വരുന്നില്ലേ? കർത്താവേ, എനിക്ക് വിശ്വസിക്കാൻ ഒക്കുന്നില്ല. എന്നാ വിശ്വസിച്ചോളൂ. അപ്പോ പ്രസാദിന്റെ കാര്യമോ? ഓക്കെ. ഞാനും നിങ്ങളുടെ കൂടെ ഉണ്ട് ജെയിംസ്. അപ്പൊ പിന്നെ അതല്ലേ പ്രസാദേ ആദ്യം പറയേണ്ടത്? ഞങ്ങൾക്ക് വേണ്ടി കമ്പനിയോട് വാദിച്ചവനല്ലേ പ്രസാദ്? താങ്ക് യു പ്രസാദ്, താങ്ക് യു വെരി മച്ച്. ഞങ്ങൾ പ്രസാദിനോട് ആജീവനാന്തം കടപ്പെട്ടിരിക്കുന്നു. ചെയ്ത തെറ്റിനൊക്കെ ഞങ്ങൾക്ക് മാപ്പ് തരണേ.
എന്താ ജെയിംസ് ഇങ്ങനെയൊക്കെ പറയുന്നത്? താൻ വേഗം നമ്പൂതിരി വിവരം അറിയിക്ക്. ഓക്കെ. രമേശ് ചേട്ടൻ അന്ന് സംശയിച്ച പോലൊന്നും സംഭവിച്ചില്ലല്ലോ. എല്ലാ കണ്ടീഷൻസും അംഗീകരിച്ചുകൊണ്ട് പ്രസാദിനെ കമ്പനി തിരിച്ചെടുത്തില്ലേ? അതെ, ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നതല്ല ആ ജെയിംസിനെ നമ്പൂരിയൻ തിരിച്ചെടുക്കുമെന്ന്. ഇപ്പൊ മനസ്സിലായില്ലേ കമ്പനിക്ക് പ്രസാദിനെ എത്രമാത്രം ആവശ്യമായിരുന്നു എന്ന്. അതങ്ങനെ വരൂ, കാരണം അവൻ എന്റെ അനിയനാ. അതെന്താ ഒരു പുതിയ കാര്യം പോലെ? ചില കാര്യങ്ങൾ അങ്ങനെയാ. ചില മുഹൂർത്തങ്ങളിൽ പഴയ കാര്യങ്ങൾക്കും ഒരു പ്രത്യേക പുതുമയുണ്ടാവും. ഈശ്വര, ഇനി ഒരു പരീക്ഷണം ഉണ്ടാവരുതേ. പരീക്ഷണം ഉണ്ടാവണം പാറു. പരീക്ഷണം ഇല്ലെങ്കിൽ ജീവിതത്തിന് ഗൗരവം ഉണ്ടാവില്ല. എന്തും കുട്ടികളിയായിട്ട് തോന്നും. അനുഭവങ്ങളും പരീക്ഷണങ്ങളും പ്രസാദിൽ എത്ര നല്ല മാറ്റങ്ങളാ വരുത്തിയതെന്ന് നമ്മൾ കണ്ടതല്ലേ. ആ, ജോത്സ്യരെ കണ്ട് നല്ലൊരു ദിവസം നോക്കിക്കണ്ടേ ജോയിൻ ചെയ്യാൻ? അതൊക്കെ അമ്മയുടെ ഡിപ്പാർട്ട്മെന്റാ. അമ്മ അത് ഏർപ്പാടാക്കാൻ ചെയ്തു കഴിഞ്ഞു. പിന്നെ ഞാൻ ഒന്ന് പീടിയെ പോയിട്ട് വരാം. എന്തിനാ? കുട്ടികൾക്ക് കൊടുക്കാൻ കുറച്ച് മധുരം എന്തെങ്കിലും വാങ്ങി വരാം. ഒരു നല്ല കവിയുടെ കവിതകൾ ഇഷ്ടപ്പെടുക, ആ കവിയെ കാണാൻ ആഗ്രഹിക്കുക, അതേ കവിയുടെ മകൻ ജയിൽ പുള്ളിയായി മുമ്പിൽ വരിക. വല്ലാത്തൊരു പ്രതിസന്ധിയിലായിരുന്നു സാർ ഞാൻ. എന്തായാലും ഇന്നത്തോടെ ആ ശ്വാസം മുട്ടലിൽ നിന്ന് ഞാൻ ഫ്രീ ആവുമല്ലോ. ദൈവത്തിന് നന്ദി. പക്ഷേ ആ ആഘാതത്തിൽ നിന്നും എനിക്ക് മോചനമില്ലല്ലോ. സഹിക്കുക എന്നെ വിധിയാണ്. വരൂ മോനെ. ആ ബാബു പോയി ഡ്രസ്സ് മാറി വരൂ. വാ ബാബു. ഓരോ വട്ടവും ഇവന്റെ മുഖം കാണുമ്പോഴും എനിക്ക് അത്ഭുതമാണ് ഇതെങ്ങനെ സംഭവിച്ചുവെന്ന്. സാറ് പറഞ്ഞാണ് ശരി, വിധിയാണ്. സാഹചര്യം അവനെ കൊണ്ട് അങ്ങനെ ചെയ്യിച്ചതാണ്. എന്താണ് ചെയ്യുന്നതെന്നറിയാതെ പാവം. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. പക്ഷേ പുറത്തൊരു ലോകമുണ്ടല്ലോ. ആ ലോകം ഇനി അവനെ ഒറ്റപ്പെടുത്തുമെന്ന. അങ്ങനെയൊന്നും ചിന്തിച്ച് അപ്സെറ്റ് ആവാതിരിക്കുക. ഒരു പുതിയ ജീവിതം ബാബുവിന് തീർച്ചയായും കിട്ടും. അവന്റെ സ്വഭാവശുദ്ധി ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യപ്പെട്ടതാണ്. ഒരു പരാതിക്കും അവൻ വഴിവെച്ചിട്ടില്ല ഇന്നീ തീയതി വരെ. സാറ് സമാധാനമായിരിക്കും. ഹി വിൽ ഹാവ് എ ബ്രൈറ്റ് ഫ്യൂച്ചർ. ജീവിതത്തെ പറ്റിയും ഈ സമൂഹത്തെ പറ്റിയും ബാബുവിനിപ്പോ നല്ല ധാരണയുണ്ട്. ഒറ്റപ്പെടുന്നു എന്ന തോന്നൽ ഒരിക്കലും അവനിൽ ഉണ്ടാകരുത്. അത് ശ്രദ്ധിച്ചാൽ മതി. ആഹാ, ബാബു ആളാകെ മാറിപ്പോയല്ലോ, സ്മാർട്ടായല്ലോ. ഇതിനൊന്ന് സൈൻ ചെയ്. ഇത് നീ ഇവിടെ ചെയ്ത ജോലിയുടെ പ്രതിഫലമാണ്. സന്തോഷമായി വാങ്ങിച്ചോളൂ. ദാ. ഈ കാശ് എന്തെങ്കിലും നല്ല കാര്യത്തിന് ഉപയോഗിക്കണം.
ജയിലിൽ നിന്ന് കിട്ടിയതായതുകൊണ്ട് ഇതിന്റെ മൂല്യം കുറച്ച് കാണണ്ട. ഇല്ല സാർ. എന്നാ ഞങ്ങൾ അങ്ങോട്ട്. ആയിക്കോട്ടെ ബാബു, പുതിയ ജന്മമാണ്. ബെസ്റ്റ് ഓഫ് ലക്ക്. വാ. ഹലോ. ആ ഇനി എന്തിനാ ചേച്ചി കരയുന്നത്? ഞാൻ വന്നില്ലേ? ഇനി എൻ്റെ പുതിയ ജന്മമാണ്. കുറേ ഉത്തരവാദിത്തങ്ങളുടെ ജന്മം അല്ലേ അച്ഛാ? അതെ. വന്ന് കുളിച്ച് ഡ്രസ്സ് മാറി വല്ലതും കഴിക്ക്. വാ. പത്താം തീയതി മോതിരമാറ്റം എന്ന് പറയുമ്പോൾ ഇനി ഒരാഴ്ച കൂടിയല്ലേ ഉള്ളൂ. അതെ, ഒരാഴ്ച. അതിനുള്ളിൽ ഒരുപാട് കാര്യങ്ങൾ അടുപ്പിക്കാനില്ലേ? ഞാൻ കുറെ കൂടി ഉഷാറാകണം എന്നർത്ഥം അല്ലേ അച്ഛാ? ദിലീപേട്ടന്റെ വീട്ടിൽ നിന്ന് എത്ര പേരുണ്ടാവും ചടങ്ങിന്? ആര് വന്നില്ലെങ്കിലും ആ രണ്ട് അളിയന്മാരുണ്ടാവും. പാചകത്തിന് ആളെ ഏർപ്പാടാക്കിയോ? അതൊക്കെ ആ നാരായണൻകുട്ടി ഏറ്റിട്ടുണ്ട് മോനെ. ചേച്ചി എന്ത് ഇങ്ങനെ? കുറെ കൂടി സ്മാർട്ട് ആവണം. ഈ മാരേജിന്റെ പ്രാധാന്യം അറിഞ്ഞ് സർക്കാർ എന്നെ നേരത്തെ റിലീസ് ചെയ്തതാ. അറിയാലോ? സർക്കാരിനറിയാം എന്റെ സുമിത്രേച്ചിക്ക് ഒരു ഐശ്വര്യം വരുമ്പോ ഞാൻ അകത്ത് കിടന്ന ശരിയാവില്ലെന്ന്. അല്ലേ അച്ഛാ? നിനക്ക് മോരൊഴിക്കട്ടെ? ആ. അച്ഛനും കൊടുക്ക്. വേണ്ട മോളെ, മതി. കഴിക്കച്ചാ, ഇന്ന് എന്റെ സ്വാതന്ത്ര്യദിനല്ലേ? പ്ലീസ് ഒഴിക്കുമോളെ. മതി 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 മതി. നിശ്ചയം നമുക്ക് ഗംഭീരാക്കണം അച്ഛാ. ഞാൻ ആ ത്രില്ല. മോതിരമാറ്റം കഴിഞ്ഞാൽ ഏതാണ്ട് കല്യാണം കഴിഞ്ഞ പോലെയല്ലേ?